ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക ഉപരോധങ്ങളും ഒരു വശത്ത് കടുക്കുമ്പോഴും അധികാരവും സ്വാധീനവുമുള്ളവർക്ക് നിയമങ്ങൾ പലപ്പോഴും വഴിമാറിക്കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കുകയാണ് നോർഡ് എന്ന ആഡംബര കപ്പലിന്റെ യാത്ര. ഏകദേശം 4000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഈ സൂപ്പർ കപ്പൽ ഉപരോധം നേരിടുന്ന റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷാവിന്റേതാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂലം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് നിശ്ചലമായി കിടക്കുമ്പോഴാണ് എല്ലാ നിയന്ത്രണങ്ങളെയും വെല്ലുവിളിച്ച് ഈ ആഡംബര കപ്പൽ സുഗമമായി കടന്നുപോയത്. ലോകത്തെ ഊർജ്ജ വിപണിയെ വിറപ്പിക്കുന്ന തരത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടുമെന്ന ഭയത്താൽ ഭൂരിഭാഗം വാണിജ്യ കപ്പലുകളും ഈ പാത ഉപേക്ഷിച്ചു. എന്നാൽ സാധാരണ കപ്പൽ ക്യാപ്റ്റന്മാർ പോകാൻ ഭയപ്പെടുന്ന ഈ അപകടകരമായ റൂട്ടിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ നോർഡ് യാത്ര ചെയ്തത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള ഈ യാത്ര കടലിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കർശനമായ ഉപരോധ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മൊർദാഷോവ്. അദ്ദേഹത്തിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ ആഗോളതലത്തിൽ നീക്കങ്ങൾ നടക്കുമ്പോഴും ഇത്രയും വലിയൊരു ആഡംബര കപ്പൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഉപരോധങ്ങൾ സാധാരണക്കാർക്കും ചെറിയ ബിസിനസ്സുകാർക്കും മാത്രമാണോ ബാധകമെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിമരുന്നിട്ടു. നിയമങ്ങളെക്കാൾ വലിയതാണ് പണവും സ്വാധീനവുമെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം ഇറാൻ തർക്കം മൂലം വലിയ തോതിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖലയിലെ ഓരോ നീക്കവും ലോകരാഷ്ട്രങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ വലിയ എണ്ണ കപ്പലുകൾ പോലും റൂട്ട് മാറ്റാൻ നിർബന്ധിതരായ സാഹചര്യത്തിൽ ഒരു റഷ്യൻ ശതകോടീശ്വരന്റെ കപ്പലിന് ലഭിച്ച ഈ ഗ്രീൻ സിഗ്നൽ ദുരൂഹമാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധമാണോ ഈ സുഗമമായ യാത്രയ്ക്ക് പിന്നിലെന്ന് പലരും സംശയിക്കുന്നു. സാധാരണ കപ്പലുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ യുദ്ധസമാന സാഹചര്യത്തിൽ നോർഡ് എന്ന യാനം സമുദ്ര വിവരങ്ങൾ കൃത്യമായി നൽകിക്കൊണ്ട് തന്നെ യാത്ര തുടർന്നു. തങ്ങളെ ആരും തടയില്ലെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു കപ്പലിലെ ജീവനക്കാരെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ആഗോള സമുദ്ര സുരക്ഷാ ഏജൻസികൾ ഈ നീക്കത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഈ സംഭവം കേവലം ഒരു കപ്പൽ യാത്ര മാത്രമല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ്. ഉപരോധം നിലവിലുള്ള ഒരു വ്യക്തിയുടെ സ്വത്ത് അന്താരാഷ്ട്ര ജലപാതയിലൂടെ തടസ്സമില്ലാതെ സഞ്ചരിക്കുമ്പോൾ അത് ഉപരോധങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്നു. അധികാരമുള്ളവർക്ക് ഏത് ഉപരോധത്തെയും മറികടക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. US സൈനിക സാന്നിധ്യമുള്ള മേഖലയിൽ വെച്ച് തന്നെ ഇത്തരമൊരു നീക്കം നടന്നത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ വലിയ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു വശത്ത് ഇത്തരം ആഡംബര കപ്പലുകൾ സുരക്ഷിതമായി യാത്ര ചെയ്യുമ്പോൾ മറുവശത്ത് ആവശ്യ സാധനങ്ങളുമായി വരുന്ന കപ്പലുകൾക്ക് വഴിമാറി പോക്കേണ്ടി വരുന്നു. ഇത് ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. സാധാരണക്കാരൻ യുദ്ധത്തിന്റെ ഭാരം ചുമക്കുമ്പോൾ ശതകോടീശ്വരന്മാർ തങ്ങളുടെ ആഡംബരങ്ങൾ ആസ്വദിക്കുന്നു എന്ന വൈരുദ്ധ്യം ഇവിടെ പ്രകടമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നോർഡിന്റെ യാത്ര നയതന്ത്ര ലോകത്തിന് നൽകുന്നത് കടുത്ത മുന്നറിയിപ്പുകളാണ്. കടലിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ലെന്നും ഭൗമരാഷ്ട്രീയത്തിലെ പുതിയ സഖ്യങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര ഉപരോധങ്ങളെ നിഷ്പ്രഭമാക്കുമെന്നും ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇത്തരം നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം. അധികാരവും സ്വാധീനവും എങ്ങനെ ആഗോള നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ യാത്ര ചരിത്രത്തിൽ ഇടം പിടിക്കും.